ഗുഡ് മോർണിംഗ് പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഈ ലോകത്തിൽ, ഭൂമിയുടെ മുകളിൽ, ഭൂമിയുടെ അടിയിൽ, വെള്ളത്തിൽ, അല്ലെ, സ്വർഗത്തിൽ എങ്ങും തന്നെ പിതാവ് തന്നിട്ടില്ല മനുഷ്യവർഗത്തിന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. സാൽവേഷൻ ഉള്ള വഴി ഒന്ന് മാത്രമാണ് യേശുക്രിസ്തു. പിതാവിലേക്കുള്ള വഴി ഒന്ന് മാത്രമാണ് യേശുക്രിസ്തു, അല്ലെ. അപ്പോ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഗ്രേസ് ഈ ലോകത്ത് നമ്മൾക്ക് വേണ്ടി സകല മാനവരാശിക്കുമുള്ള രക്ഷയ്ക്കായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. നമ്മുടെ സാൽവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആണ്, അല്ലെ. അപ്പോ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആത്മാവിന്റെ സാൽവേഷൻ മാത്രമല്ല, നമ്മുടെ ഈ ജീവിതത്തിൽ ഇവിടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ സുബോധത്തോടു കൂടി, അല്ലെ, സെൽഫ് കൺട്രോൾ ഉള്ള നല്ല ഒരു ജീവിതം ജീവിക്കണം എന്ന് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. അതിനും കൂടിയാണ് ദൈവത്തിന്റെ കൃപ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ, എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം നമുക്ക് സംസാരിക്കാത്ത സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ രാജ്യം വരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, അങ്ങയുടെ ആഗ്രഹം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ കർത്താവേ. താങ്ക് യു സോ മച്ച്. ഐ പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. അങ്ങയുടെ വചനത്തെ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ തേടിയെത്തിയ കൃപയ്ക്കായിട്ട്, ഞങ്ങളെ തേടിയെത്തിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. പ്രപഞ്ചമോഹങ്ങളെ വിട്ടൊഴിഞ്ഞുകൊണ്ട് കർത്താവേ, സുബോധമുള്ളവരായിട്ട് അങ്ങക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ ഒരു ജീവിതം നയിക്കാൻ കർത്താവെ താല്പര്യപ്പെടുന്നു കർത്താവെ. അതിനുള്ള കൃപ അങ്ങ് തരും എന്നുള്ളത് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിന് ആമേൻ. കർത്താവ് പിതാവ് അങ്ങേക്കായിട്ട് അങ്ങയുടെ മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന്, ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ. താങ്ക് യു സോ മച്ച്. പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ ജീസസ് നെയിം. ആമേൻ. നമുക്കിത് ടൈറ്റസിലേക്ക് പോകും. തീത്തോസിന്റെ 2ാമത്തെ ചാപ്റ്ററിന്റെ 11 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ ആദ്യം ഒന്ന് വാക്യം, അത് കഴിഞ്ഞ് 1 തൊട്ട് 10 വരെയുള്ള വാക്കുകളും. തീത്തോസ് അല്ലെങ്കിൽ ടൈറ്റസിന്റെ 2ാമത്തെ ചാപ്റ്ററിന്റെ 11 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും, ക്രിസ്ത്യൻസിന്റെ കാര്യം മാത്രമൊന്നുമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു വന്നിരിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയല്ല. ലോകത്തെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് സ്വന്തം പുത്രനെ ഇങ്ങോട്ട് വിട്ടത് ദൈവം പറഞ്ഞിരിക്കുന്നത്, പിതാവ് പറഞ്ഞിരിക്കുന്നത്. കള്ളത്തരം പറയത്തില്ല ദൈവം, അല്ലെ. ക്രിസ്ത്യാനികളുടെ ദൈവമല്ല യേശുക്രിസ്തു, അല്ല. മാനവരാശിയുടെ ദൈവമാണ് യേശുക്രിസ്തു. ഈ ലോകത്തെ കാണുന്ന സകല ജാതികളൊന്നും ദൈവം ഉണ്ടാക്കിയതല്ല. ക്രിസ്ത്യാനികൾ എന്നുള്ള ഒരു ജാതി പോലും ദൈവം ഉണ്ടാക്കിയതല്ല. ആന്റിയോക്കിലുള്ള കുറെ ആളുകള് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്തിരുന്ന ആൾക്കാർക്ക് ഇട്ട പേരാണ് ക്രിസ്ത്യാനികൾ, അല്ലെ. ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുന്നവർക്ക് ഇട്ട പേരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത്, യേശുക്രിസ്തു ഇട്ട പേരൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലെന്ന് വെച്ചാല് യേശുക്രിസ്തു ലോകത്തിലേക്ക് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ആടത്തിൽ നിന്ന് ഉരുവായിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി ആയിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അപ്പൊ ദൈവത്തിന്റെ കൃപ, അല്ലെ, ഉദിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു, ദൈവത്തിന്റെ കൃപ ഉദിച്ചിരിക്കുകയാണ്, അല്ലെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി. ഇനി 12ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറയുമോ: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വജനമാക്കി തനിക്ക് ശുദ്ധീകരിക്കേണ്ടത് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. അപ്പോ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്നുള്ളതിനെ പറ്റിയാണ് 14ാമത്തെ വാക്ക് പറഞ്ഞ. 11ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക: സകല മനുഷ്യർക്ക് രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചു. ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്, അല്ലെ, ഗ്രേസ് ഓഫ് ഗോഡ് ആണ് സ്വന്തം മകനെ ഈ സമയത്തേക്ക് വിട്ട. കറക്റ്റ് ടൈമിൽ സ്വന്തം മകനെ വിട്ടത്, അല്ലെ. യേശുക്രിസ്തു വന്നില്ലായിരുന്നെ നമ്മൾ നശിച്ചു പോയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അല്ലെ. നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു, നമ്മൾ മരണത്തിന്റെ റിലംസിലായിരുന്നു, നമ്മൾ അവിടെ തന്നെ നമ്മൾ ഒടുങ്ങി മരിച്ചു പോകേണ്ട വ്യക്തികളായിരുന്നു, തീർന്നു പോകേണ്ട വ്യക്തികളായിരുന്നു. പക്ഷെ പിതാവിന്റെ മാനവരാശിയോടുള്ള സ്നേഹം, അല്ലെ, മാനവരാശിയോടുള്ള സ്നേഹം കൊണ്ട് താൻ സൃഷ്ടിച്ച സമയത്ത് ഒരു പാവമില്ലാതെ സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തികൾ, ദൈവത്തിന് ഒരിക്കലും പാപമായിട്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തിനെ.
അങ്ങനെ പരിപൂർണ്ണമായിട്ട് ദൈവത്തിൽ സമ്പന്നരായിട്ട് നമ്മളെ സൃഷ്ടിച്ചപ്പോ നമ്മൾ നമ്മുടെ തോന്നിവാസത്തിന് പോയി കഴിഞ്ഞപ്പോഴേക്കും വീണുപോയി. പക്ഷെ വീണു പോയി കിടന്ന മാനവരാശിന് അങ്ങനെ തന്നെ ഇട്ട് കളയാൻ താല്പര്യമില്ലാതെ തന്റെ മകനെ പറ്റി അല്ലെ ആദ്യമേ തന്നെ തൊട്ട് വെളിപ്പെടുത്തിക്കൊണ്ട് ഏഡൻ ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ച് തന്നെ യേശുവിനെ പറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ അല്ലെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം, അതിനു വേണ്ടി കർത്താവിനെ പറ്റി വെളിപ്പെടുത്തി കൊണ്ട് തക്ക സമയത്ത് യേശുവിനെ ഈ ലോകത്തിലേക്ക് വിട്ട് നമ്മളെ രക്ഷപ്പെടുത്തുകയോ ചെയ്തു. 14-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടത് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നമ്മളെ അവന്റെ സ്വന്തമാക്കുന്നതിന് വേണ്ടി, അവന് വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ട ഒരു സ്വജനമാക്കുന്നതിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ? ഏതെങ്കിലും ദൈവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. പിതാവിന്റെ ആഗ്രഹം എന്താ, നമ്മൾ റോമക്കത്തിലേക്ക് 8-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, യേശുവിനെ പല സഹോദരന്മാരിൽ ആദിജാതനാക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാരും യേശുവിന്റെ സ്വരൂപത്തിലേക്ക് അനുരൂപരാക്കുന്നതിന് വേണ്ടി അല്ലെ പാപികളായി വീണുപോയിരുന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് യേശുവിനെ പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടി യേശു ഈ ലോകത്തിലേക്ക് വരുവേ നമ്മൾ ശുദ്ധീകരിക്കാൻ അതിനുവേണ്ടി യേശു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അല്ലെ. അപ്പോ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്ന് പറയുമ്പോ യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. അത് വാസ്തവം. പക്ഷെ അവിടം കൊണ്ട് കാര്യം തീരുന്നില്ല എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മാവ് വീണ്ടെടുത്തപ്പോ നമ്മൾ ന്യൂനെസ് ഓഫ് ലൈഫിലേക്ക് വന്നിരിക്കുന്ന റോമക്കത്തെ ലേഖനത്തിൽ 6-ാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന 3-4 വാക്കുകളൊക്കെ നമ്മൾ വായിക്കുന്ന അവന്റെ മരണത്തിലേക്ക് നമ്മൾ ബാപ്റ്റിസം എടുത്തിട്ട് ആ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മൾ വരുന്ന ഒരു ന്യൂസ്, പുതിയ ജീവന്റെ പുതുക്കത്തിലേക്ക് നമ്മൾ വരുന്നത് അല്ലെ. അത് വാസ്തവം അല്ലെ. പക്ഷെ ആ ജീവന്റെ പുതുക്കം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്നേ തന്നെ തുടങ്ങണം എന്നാണ് ദൈവത്തോട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 13-ാമത്തെ വാക്കോടെ പറഞ്ഞിരിക്കുക, 12 തൊട്ട് വായിക്കുകയാണെങ്കിൽ, നാം ഭാഗ്യകരമായി പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചിരിക്കേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുക. അപ്പൊ ദൈവത്തിന്റെ കൃപ നമ്മൾക്ക് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട്, അതിനുശേഷം നമ്മൾ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നു അല്ലെ, അതിനായിട്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ വെച്ച് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും എല്ലാം വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടു കൂടിയുള്ള ഒരു ജീവിതം അല്ലെ, ആ ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവന്റെ പുതുക്കം എന്ന് പറയുന്നത് നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമല്ലെന്നും ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ ജീവിച്ചു തുടങ്ങണം. യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന ആ നിമിഷം തുടങ്ങി നമ്മുടെ ഇറ്റേണിറ്റി എന്നുള്ള കാര്യം നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ കൃപ നമ്മൾക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ കൃപ നമ്മൾ തേടിയെത്തിയത് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ പാപത്തെ പോത്തുകൊണ്ട് അല്ലെ, നമ്മുടെ പാപത്തെ മുഴുവൻ വാഷ് ചെയ്തുകൊണ്ട് ഇനിയും നമുക്ക് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാലുള്ള ജീവിതത്തെ പറ്റി മാത്രം പറയുന്നതിന് വേണ്ടിയല്ല, അത് മാത്രം നമുക്ക് നേടിത്തരുന്നതിന് വേണ്ടിയല്ല. ഈ നിമിഷത്തിൽ നമ്മൾ യേശു രക്ഷകനായിട്ട് സ്വീകരിച്ച ആ സമയം തൊട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക നിത്യതയുടെ ഭാഗമായിട്ടാണ് അല്ലെ, നമ്മുടെ നിത്യതയുടെ ഭാഗമാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതവും എന്ന് മനസ്സിലാക്കി തരുന്നതിനാണ് ചുരുക്കം അല്ലെ. പക്ഷെ നമുക്ക് ഒരു കാര്യം പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിന്റെ കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞപ്പോ ഇപ്പൊ ഇത് നമുക്കറിയാം. പോൾ എഴുതിയിരുന്ന പൗലോസ് തീത്തോസിന് എഴുതി കൊടുത്തിരുന്ന കാര്യം അല്ലെ. അപ്പൊ ഇതേ കാര്യം തന്നെ പല രീതിയിൽ നമുക്കറിയാം പോൾ പലയിടത്തും എഴുതിയിട്ടുണ്ട്. എഫേസ്യർക്ക് ലേഖനത്തിൽ എഴുതിയാലും നമുക്കറിയാം, എഫേസ്യർക്ക് ലേഖനം എടുത്താൽ നമുക്കറിയാം അവിടെയും നമ്മളുടെ സ്ഥാനം എന്താണ് യേശുക്രിസ്തുവില് എന്നുള്ള കാര്യം അല്ലെ. എഫേസ്യന്റെ ആദ്യത്തെ ചാപ്റ്ററിലൊക്കെ നമ്മളെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുത്ത കാര്യമല്ല ഇങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം പിന്നെ 2-ാമത്തെ ചാപ്റ്റർ നമ്മൾ മരിച്ചു പോയവരൊക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മുടെ ആത്മാവില് അല്ലെ, നമ്മള് പാപത്തില് നമ്മുടെ ട്രെസ്പാസിൽ നമ്മൾ മരിച്ചു പോയിരുന്നവരായിരുന്നു. ദൈവത്തിന്റെ കൃപ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിന്നെന്താ യേശുവിനൊപ്പം ഇരുത്തിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ പോൾ അവിടെ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഒരു വൈഫ് ഹസ്ബൻഡിന് എന്താ പറയുക സബ്മിസീവ് ആയിരിക്കണമെന്നും റെസ്പെക്ട് ചെയ്യണമെന്നും ഹസ്ബൻഡ് വൈഫിനെ അല്ലെ ചർച്ചിനെ യേശുക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കണം എന്നുള്ളത്, കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവസാനം 6ാമത്തെ ചാപ്റ്ററിലേക്ക് വരും 10ാമത്തെ വാക്ക് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയായിരിക്കണം ഈ ലോകത്തിൽ എന്നുള്ളതിനെ പറ്റി പറഞ്ഞതിന് ശേഷം 6ാമത്തെ ചാപ്റ്റർ 10ാമത്തെ വാക്കിൽ പോൾ ഇങ്ങനെ പറയുക, നീ ദൈവത്തിലും അല്ലെ ലോർഡിലും അവന്റെ പവർ ഓഫ് ഹിസ് മൈറ്റ് അല്ലെ, അവന്റെ ശക്തിയുടെ അമിത ബലത്തിൽ നീ ശക്തിപ്പെടുക എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ ലോകത്തിന്റെ നമ്മുടെ നടപ്പ് നേരെ ചൊവ്വെ ആക്കിയതിന് ശേഷം അല്ലെ നീ ദൈവത്തില് ശക്തിപ്പെടുക എന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തില് ശക്തിപ്പെടണമെങ്കിൽ നമ്മുടെ ഈ ലോകത്തെ നടപ്പ് ശരിയാക്കണം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പറയുക, ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത് ദൈവത്തെ നമ്മൾ ഇവിടെ വെച്ചേ ശക്തിപ്പെട്ടവരായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇവിടുത്തെ ജീവിതം എങ്ങനെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ട്, എങ്ങനെങ്കിലൊക്കെ ഒന്ന് കഷ്ടപ്പെട്ട് എന്താ പറയുക ജീവിച്ച് തീർത്തിട്ട് യേശുവിലായിരിക്കും അപ്പൊ മരിച്ചതിന് ശേഷം നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഒരു കാര്യമല്ല ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്നത് അല്ലെ. യേശുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിച്ച സമയം തൊട്ട് നമ്മൾ നിത്യതയിലാണ് അല്ലെ. നമ്മൾ അത് അറിയത്തില്ലാതെ പലരും ദൈവത്തിൽ നിന്ന് വഴുതി പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ മത്തായി എഴുതിയ സുവിശേഷം 24ാമത്തെ ചാപ്റ്ററിൽ യേശുക്രിസ്തു പറഞ്ഞത്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവന് സാൽവേഷൻ ഉണ്ട് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളുണ്ട് അല്ലെ. നിത്യതേന്റെ ഈ സൈഡില് നമുക്ക് എന്താ പറയുക, ഈ കരയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല് യേശു എങ്ങനെ നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു അതുപോലത്തെ ഒരു ജീവിതമായിരിക്കണം എന്ന് എന്താ പറയാ ദൈവം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഇപ്പൊ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പോള് തീത്തോസിനെ എഴുതിയപ്പോ തീത്തോസിനെ ടൈറ്റസിനെ പറ്റി പറയുവാണെങ്കിൽ, ടൈറ്റസിനെ ക്രീറ്റ് എന്നുള്ള സ്ഥലത്ത് ആക്കി വെച്ചിരിക്കുന്ന ഒരു ഐലൻഡ് ആയിരുന്നല്ലോ, അവിടെ ആക്കി വെച്ചിരിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സിറ്റികളിലെല്ലാം എൽഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടി അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യത്തെ പറ്റിയൊക്കെയാണ് ഇവിടെ പോൾ ലെറ്റർ എഴുതുന്നത്. അപ്പൊ അതുപോലെ തന്നെ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൊളോഷ്യനിൽ വായിക്കുവാണ് പറഞ്ഞു കൊടുത്ത് കൊളോഷ്യൻ ചർച്ചിലേക്ക് പോൾ പറയുന്നുണ്ട്. പിന്നെ പീറ്റർ 1ാമത്തെ പത്രോസിലെടുത്ത് നോക്കുവാണെങ്കിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദൈവം നമ്മളോടെല്ലാം പല അപ്പോസ്തലന്മാർ വഴി നമ്മളോട് പറയുന്ന കാര്യം ഇത് അല്ലെ. നിങ്ങളുടെ നിത്യത അത് നിത്യത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മരണത്തിന് ശേഷം എന്താണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി, നമ്മളുടെ മരണത്തിന് ശേഷം എന്താണ് വരുന്നതിനെ പറ്റി പറഞ്ഞു തരുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതം നമ്മൾ ഇവിടുന്നേ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യം, നമ്മൾ എങ്ങനെയായിരിക്കണം അല്ലെ, സ്വർഗത്തിന്റെ രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ പറയണ, തീത്തോസിനോട് പൗലോസ് ഇങ്ങനെ പറയും 15ാമത്തെ വാക്കില്, ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക, ആരും നിന്നെ തുച്ഛീകരിക്കരുത് അല്ലെ. ഇത് ഈ ഒരു വിഷയത്തെ പറ്റി നീ പൂർണ്ണ ഗൗരവത്തോടു കൂടി തന്നെ പ്രസംഗിക്കുകയും വേണം അല്ലെ. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ള കാര്യം 2ാമത്തെ ചാപ്റ്ററിന്റെ ആദ്യം തൊട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ഈ ജീവിതം എങ്ങനെയൊക്കെ ഇപ്പൊ 1 തൊട്ട് 9, 10 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ കാര്യത്തെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. തിമോഥെയിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞപ്പോ കുടുംബത്തിന്റെ കാര്യം എന്ന് പറയുമ്പോ വൃദ്ധന്മാർ നിർമ്മതരും 2ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കും. 1ാമത്തെ വാക്കോട്ട് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക അല്ലെ. വൃദ്ധന്മാർ നിർമ്മതരും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം എന്നും, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും
സുബോധവും പാതിപത്യവുമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായി തീർപ്പാൻ പ്രബോധിപ്പിക്കുക. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തിക്ക് മാതൃകയെ കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പത്യവചനവും ഉള്ളവൻ ആയിരിക്കുക. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിനു യജമാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുവാനും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാത്ത സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കുക. അപ്പോ ഇവിടുത്തെ ആദ്യത്തെ എന്താ പറയാ 3 തൊട്ടുള്ള വാക്കുകള് 3 തൊട്ട് 6 വരെയുള്ള വാക്കുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വൃദ്ധന്മാര് എന്ന് പറയുന്നു. പിന്നെ വൃദ്ധന്മാരെന്നും യൗവനക്കാരികളിൽ നിന്നും യൗവനക്കാരൻ എന്നും എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് വിചാരിച്ചു, വൃദ്ധൻ എന്ന് പറയുമ്പോ നമുക്കൊരു പ്രായമുള്ള ഒരു വ്യക്തി അല്ലെ. വൃദ്ധൻ എന്ന് പറയുമ്പോൾ ഒരു 80 വയസ്സുള്ള ഒരാളെ പറ്റി അങ്ങനെയല്ല പറയുന്നത്. പ്രായമുള്ള ഒരു വ്യക്തി, പിന്നെ പ്രായമുള്ള ഒരു മാതാവ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബം എങ്ങനെയാന്നുള്ളത്, ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും ഒരു മകളുണ്ടെങ്കിൽ മകളും ഒരു മകനുണ്ടെങ്കിൽ മകനും അല്ലെ. അതിനെപ്പറ്റി അങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കി, ഈ വാക്കുകൾ അങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കി. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കും, ഒരു കുടുംബത്തിൽ ഒരു അച്ഛനെ പറ്റി പറയുന്നെങ്കിൽ അച്ഛൻ എങ്ങനെയുള്ള ഒരു നിർബന്ധനായിരിക്കും, ഗൗരവമുള്ളതായിരിക്കും, സുബോധമുള്ളവനായിരിക്കും, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവനും ആയിരിക്കും അല്ലെ. വിശ്വാസമുള്ളവനായിരിക്കും, സഹിഷ്ണുതയുള്ളവനായിരിക്കും, ഗൗരവമായിരിക്കും, സുബോധം സെൽഫ് കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയെ, സോബർ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം, നിർമ്മതനായിരിക്കണം എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. വൃദ്ധന്മാരെ പറ്റി, അതായത് നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ അമ്മമാരെ പറ്റി അവരോട് പറയുക, നിങ്ങള് നടപ്പിൽ പവിത്ര യോഗ്യരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം അല്ലെ. പിന്നെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ക്ലാസ് എടുത്തു കൊടുക്കുക അല്ലെ. ഭർത്തപ്രിയന്മാരും പുത്രപ്രിയന്മാരും സ്വബോധമുള്ള പാതിവൃത്യമുള്ളവരും വീട്ടുകാരെയും നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നിരിക്കുന്നവരായിരിക്കണമെന്ന് അവരെ ശീലിപ്പിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുടുംബത്തോട് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു പഠിപ്പിക്കണം എന്ന് എന്താ പറയാ ചർച്ചിന്റെ ഒരു ലീഡർ അയക്കുന്ന ടൈറ്റസിനോട് പറയാം. ടൈറ്റസിന് ഇവിടെ ഉപദേശം കൊടുക്കുക. എന്താ പറയുക, 7ാമത്തെ വാക്കോട്ട്, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാത്ത ലജ്ജിക്കേണ്ട സകലത്തിൽ നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയെ കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പത്യവചനവും ഉള്ളവർ ആയിരിക്കട്ടെ. അപ്പൊ ഇവിടെ ടൈറ്റസിനോടും പോള് പറഞ്ഞു കൊടുക്കുക, ഒരു കുടുംബത്തിലുള്ള ഒരു എൽഡർ അല്ല, ഒരു വയസ്സായിട്ടുള്ള ഒരു പിതാവ് എങ്ങനെയായിരിക്കണമെന്നും മാതാവ് എങ്ങനെയായിരിക്കണമെന്നും മാതാവ് സ്വന്തം മകളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യത്തെ പറ്റിയും, പിന്നെ യൗവനക്കാരനോട് സുബോധമുള്ളവനും എന്താ പറയുക ഉള്ളവരായിരിക്കുക എന്ന്, സെൽഫ് കൺട്രോൾ ഒക്കെ ഉള്ളവരായിരിക്കുക എന്നും പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞതിന് ശേഷം ടൈറ്റസ്, നീ എങ്ങനെയായിരിക്കണം, നീ ഒരു പാസ്റ്റർ എന്ന നിലയിൽ നീ എങ്ങനെയുള്ളവരായിരിക്കും, നിന്റെ എന്താ പറയാ നീ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നും ഒക്കെ എന്താ പറയാ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നവരോട്, വൃദ്ധന്മാരോടും സ്ത്രീകളോടും വൃദ്ധന്മാരോടും യൗവനക്കാരികളോടും എല്ലാം പറഞ്ഞു പഠിപ്പിക്കണം എന്നിങ്ങനെ ടൈറ്റസിനോട് ആവശ്യപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസ്റ്റർ എന്ന നിലയിൽ അല്ലെ, നീ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആത്മീയ വർധനയ്ക്ക് എന്നുള്ള കാര്യം, അവരുടെ ആത്മാവിന് ഉണ്ടാകുന്ന ചേഞ്ചുകളെ പറ്റി യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവർക്ക് അവരുടെ ആത്മാവിനുണ്ടാകുന്ന യേശുവിന്റെ വചനം അവരുടെ ആത്മാവിനുണ്ടാക്കുന്ന ആ ചേഞ്ചുകൾ അല്ലെ. നമുക്കറിയാമല്ലോ, നമ്മൾ ആത്മാവ് ചേഞ്ചുകൾ ഉണ്ടാകുന്നു. മരിച്ചിരുന്ന ആത്മാവ് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോ ഒരു പുതിയ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തപ്പോ ആ പുതിയ മനുഷ്യന് ആവശ്യമുള്ള ഫുഡ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ആ നമ്മുടെ ആത്മാവ് അത് വളർന്ന പുതിയ മനുഷ്യൻ, നമ്മുടെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ച പുതിയ മനുഷ്യൻ വളർന്നു. അപ്പൊ വളരുന്ന അനുസരിച്ച് അത് നമ്മളുടെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ലോകത്തിൽ, ഫിസിക്കൽ ആയിട്ടുള്ള ലോകത്തിലേക്കും അത് ചേഞ്ചുകൾ വരുത്തണം എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. വെച്ച് കഴിഞ്ഞാല് ഈ വചനം എന്ന് പറഞ്ഞാല് തീത്തോസിനോട് പറയുക, തീത്തോസ് നീ ഒരു എൽഡർ ആണ് ചർച്ചിന്റെ അല്ലെ. നീ ഒരു എൽഡർ ആകുമ്പോ ഈ ഒരു എന്താ പറയുക
നീ ചർച്ചിന്റെ ലീഡറാണ് അല്ലെ, നിന്നെ ഞാനിവിടെ ഈ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നു. നീ ഇവരെ പഠിപ്പിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ആത്മീയമായിട്ട് അവരെ ആത്മാവിന് വർധന ഉണ്ടാക്കുന്നത് പോലെ തന്നെ അവർ ഈ ലോകത്തിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യത്തെ കൂടി നീ പറഞ്ഞു പഠിപ്പിക്കണം അല്ലെ. അവരുടെ ആത്മീയ വർധന ഈ ലോകത്തിന്റെ ജീവിതം രണ്ടും ഒരേപോലെ ഒരേ സമയത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം അല്ലെ. രണ്ടും പവിത്രമായിരിക്കണം. ഇതൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അല്ലെ. എന്നതിനെ പറ്റിയാണ് പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പോൾ വരെ ഹോളി സ്പിരിറ്റ് ഗോഡ് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിൽ നിന്റെ ജീവിതം നിന്റെ നിത്യജീവിതത്തിന്റെ തുടക്കമാണ്. ഇത് നീ ഓരോ സ്റ്റെപ്പ് നീ എടുക്കുമ്പോഴും അല്ലെ, ഈ ലോകത്തിലെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് പവിത്രമായിരിക്കണം, അത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമായിട്ടുള്ളതായിരിക്കണം. അതിന് നീ നിന്നെ തന്നെ ഒന്ന് അഴിച്ചു പണിയുക. നിന്റെ കുഞ്ഞുങ്ങളെ നീ പഠിപ്പിക്കുക അല്ലെ, നിന്റെ പെൺകുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക. അവര് പത്രപ്രിയകളായിരിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുക. ആയിരിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുക അല്ലെ. അതെല്ലാം കുടുംബത്തിന് ഉപകാരപ്രദമാത്രോ, കുടുംബത്തിനെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയായിട്ടുള്ള കാര്യങ്ങൾ നീ അവരെ പറഞ്ഞു പഠിപ്പിക്കുക അല്ലെ. ആത്മാവിന്റെ വർധനവിന് വേണ്ടി, ആത്മാവിന്റെ സ്ട്രെങ്തിന് വേണ്ടി പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ നീ ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീ പറഞ്ഞു പഠിപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് മോട്ടിവേഷൻ സ്പീച്ച് കൊടുക്കാനല്ല പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തേക്ക് ചർച്ചിൽ നടക്കുന്നത് പോലെ ഉള്ള അങ്ങനെ ആയിരിക്കരുത് ടീച്ചിങ് എന്ന്. അതുകൊണ്ട് എന്താ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം ഇപ്പോഴത്തെ ചർച്ചുകൾ, നേരത്തെ ചർച്ചുകൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോഴത്തെ ചർച്ചുകളിൽ ഇപ്പൊ ആകെപ്പാട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാല്, നിനക്ക് കുറച്ച് മണിയുണ്ടോ, നിനക്ക് കുറച്ച് പ്രോസ്പെരിറ്റി ഉണ്ടാകും അല്ലെ, അല്ലെങ്കിൽ കുറച്ച് പ്രോഫസി കൊടുക്കും, അതിനെപ്പറ്റി മാത്രമാണ് ചില ചർച്ചകളിലെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ. എങ്ങനെ ഈ ലോകത്തില് എന്താ പറയുക, കുറച്ച് പണം ഉണ്ടാക്കാം, കുറച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം. ലോകത്തിന്റെ കണ്ണ് വെച്ച് നോക്കുമ്പോൾ അനുഗ്രഹത്തെ പറ്റിയാ പറഞ്ഞു. എങ്ങനെ കുറച്ച് അനുഗ്രഹിക്കപ്പെട്ടവർക്ക് എങ്ങനെ അമേരിക്കയ്ക്ക് പോകാം, എങ്ങനെ ലണ്ടനിൽ പോകാം, എങ്ങനെ കുറച്ച് എന്താ പറയാ ഭൂസ്വത്തുക്കൾ ഉണ്ടാക്കും, അതിനെപ്പറ്റിയാണ് ചില ചർച്ചകളെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ പോൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. നീ യേശുക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയായി തീരണം എന്നുള്ള കാര്യം, നിന്റെ സ്വഭാവം കൂടെ എങ്ങനെയായി തീരണം എന്നുള്ള കാര്യം നീ ഈ വ്യക്തികളെ പറഞ്ഞു കൊടുക്കണം. നിന്റെ വചനം കൊണ്ട്, നീ പറയുന്ന വചനം കൊണ്ട് അല്ലെ, അവരുടെ അവരുടെ ആത്മാവ് വളരുന്നതനുസരിച്ച് അവരുടെ സ്വഭാവം, ഈ ലോകത്തിൽ അവരുടെ ജീവിതം, അവരെങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത് അല്ലെ, മറ്റുള്ളവരുടെ മുമ്പില് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിതം നയിക്കണം. പത്രോസ് അതിനെ പറഞ്ഞിരിക്കുന്നു അല്ലെ. ഒന്നാമത്തെ പത്രോസിലേക്ക് പോകുമ്പോൾ 2ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ 11ഉം 12ഉം വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുള്ള നിങ്ങളെ, ആത്മാവിനോട് പോരാടുന്ന ജനമോഹങ്ങളെ വിട്ടാകുന്ന ജാതികൾ നിങ്ങളെ ദുഷ്ടപ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞു സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു അല്ലെ. നാട്ടുകാരുടെ മുമ്പിൽ നിന്റെ നടപ്പ് നന്നായിരിക്കത്തക്ക രീതിയിലുള്ള ജീവിതം നീ ജീവിക്കണം അല്ലെ. നിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകട്ടെ. നീ സെൽഫ് കൺട്രോൾ ആയിട്ടുള്ള സുബോധമായിട്ടുള്ള ഒരു ജീവിതം നീ ജീവിക്കുക അല്ലെ. ഏഷണി പറയാത്ത സ്ത്രീകളോട് പറയുവാണ്, ഏഷണി പറയാത്ത വ്യക്തികളായിരിക്കുക അല്ലെ. നീ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലെ. നിങ്ങൾ അവരെ കല്യാണം കഴിച്ചു വരുന്ന വീട്ടിൽ ചെന്നിട്ട് അവര് ഭർത്തപ്രിയമാരായിരിക്കണം, പാതിവൃത്യമുള്ളവരായിരിക്കണം, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ എന്താ പറയുക, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാല് ചർച്ചിൽ പോയി നമ്മൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം കൈയും കൊട്ടി സൺഡേ നടത്തുന്ന ഒരു കാര്യം മാത്രമല്ല എന്നാണ് ദൈവം പറയുന്നത്. ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്നത് അത് ദൈവത്തിലാണ്. ഓരോ നിമിഷം, ഓരോ സ്റ്റെപ്പും നമ്മൾ എടുക്കുന്നത്, ജീവിതത്തിൽ എടുക്കുന്ന ഓരോ ഡിസിഷൻ എടുക്കുന്ന ഓരോ വാക്കുകൾ പറഞ്ഞ് എല്ലാം നമ്മുടെ നിത്യതയുടെ പാട്ടായിട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഓരോ കാര്യം ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അല്ലെ. നമ്മുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു, യേശുവിനോട് നമ്മുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ടൈറ്റസ് എന്നുള്ള ആ ചർച്ച് ലീഡറിനോട് പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുക, നീ അത് പറഞ്ഞു പഠിപ്പിക്കുക, ചർച്ചിലുള്ള ആൾക്കാരെ പറഞ്ഞു പഠിപ്പിക്കുക അല്ലെ. അപ്പോ ഇന്നത്തെ കാലത്ത് അത് കാണാത്തൊരു കാര്യമാണ് അല്ലെ. ഇന്നത്തെ കാലത്ത് പല ചർച്ചകളും അത് കാണാത്തൊരു കാര്യമാണത്.
ഇത് സ്വഭാവത്തെ പറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ള, കുടുംബം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ, കുടുംബ ജീവിതം എങ്ങനെയായിരിക്കും, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളതിനെ പറ്റിയൊന്നും പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, പഴയ കാലത്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ന്യൂ ജനറേഷൻ ചർച്ചുകളിൽ അതൊക്കെ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ. നമ്മള് പല ചർച്ചുകളിലും യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി പോലും പറയാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ കണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകരുത് എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. നിത്യത തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോകരുത്. യേശുവിനോടൊപ്പമുള്ള നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അല്ലെ. നമുക്ക് നമ്മുടെ മരണം കഴിഞ്ഞതിന് ശേഷമല്ല നമ്മൾ നിത്യത തുടങ്ങുന്നത്. അത് ആദ്യ കാര്യം നമ്മൾ മനസ്സിലാക്കി. ഈ ലോകത്തിൽ തന്നെ തിരിച്ച് നമ്മൾ യേശുവിന്റെ ഒപ്പം നമ്മൾ വരാൻ പോവുകയാണ് അല്ലെ. അങ്ങനെയാണ് കൊലോസ്യർക്ക് ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3-ാമത്തെ ചാപ്റ്ററിൽ തുടങ്ങുമ്പോഴേ തന്നെ ദൈവം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നീ യേശുവിന്റെ ഒപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആൾക്കാരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു യേശു പിതാവിന്റെ വലഭാഗത്ത് ഇരിക്കുന്നിടത്ത് ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ അല്ലെ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഭൂമിയിലാണ് നീ വാസ്തവം, പക്ഷെ ആ ഭൂമിയിലല്ല നിന്റെ ജീവിതം, യേശുവിലാണ്. ഇപ്പോഴേ നീ യേശുവിലാണ്. ഇപ്പോഴേ നിന്റെ ജീവിതം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അല്ലെ. ഇപ്പോഴേ തന്നെ നീ ദൈവത്തിന് പറ്റുന്ന രീതിയിൽ, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ എൽഡർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ലീഡർ എന്നുള്ള രീതിയിൽ ടൈറ്റസിനോട് പറയും, ടൈറ്റസ് നീ ഇതായിരിക്കണം പഠിപ്പിക്കുന്നത്, നിന്റെ ജീവിതവും അതിനൊരു ഉദാഹരണമായിരിക്കണം അല്ലെ. ആൾക്കാർ നിന്നിലേക്ക് നോക്കുമ്പോൾ അവർക്ക് മോശപ്പെട്ടത് ഒന്നും കണ്ടെത്താൻ സാധിക്കരുത്. നിന്റെ പഠിപ്പിക്കല് എന്താ പറയുക, പ്രോപ്പർ ആയിട്ടുള്ള പഠിപ്പിക്കലായിരിക്കണം. നീ പഠിപ്പിക്കേണ്ട കാര്യം പ്രോപ്പർ ആയിരിക്കണം. അല്ലാതെ വേറെ ഇപ്പൊ ക്രീറ്റിലുള്ള ആൾക്കാരെയൊക്കെ പറ്റിയൊക്കെ പറയുമ്പോ നമുക്കറിയാലോ, അവര് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന വ്യക്തികളായിരുന്നു അല്ലെ. ട്രഡീഷനെ പറ്റിയും ഓരോ കാര്യങ്ങളെ പറ്റി പഠിപ്പിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ നമുക്ക് തിമോത്തിയോസിൽ അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ലോയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പഠിപ്പിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്നുമല്ല പഠിപ്പിക്കേണ്ട, നിത്യജീവനെ പറ്റി പഠിപ്പിക്കുന്ന പോലെ തന്നെ ഈ ലോകത്തിൽ പരിശുദ്ധമായിട്ട് എങ്ങനെ യേശുവിന് വേണ്ടി ജീവിക്കാം എന്നുള്ള പഠിപ്പിക്കലാണ് പഠിപ്പിക്കേണ്ടത് എന്നാണ് എന്താ പറയുക ടൈറ്റസിനോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ ഇന്നത് പല ചർച്ചകളും കാണാത്ത കാര്യമാണ് അല്ലെ. അത് വാനിഷ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. പലരും സംസാരിക്കാൻ താല്പര്യമില്ലാതിരിക്കുന്ന ആൾക്കാർ അല്ലെ. ദൈവം സ്നേഹമാണെന്നുള്ള ഒരു കോട്ട് ആൻഡ് കോട്ടിലിട്ട് ഞാൻ പറയുക, ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്താലും ദൈവം സഹിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക്, അങ്ങനത്തെ ഒരു പഠിപ്പിക്കലേക്ക് പല ചർച്ചകളും വന്നിരിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ദൈവം അങ്ങനത്തെ ഒരു ചർച്ചിനെ പറ്റിയല്ല ഉദ്ദേശിക്കുന്നത് അല്ലെ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവം ഇങ്ങനെ നമ്മൾ പറയുന്നത്, നിങ്ങൾ യേശുവിന്റെ ഒപ്പം ഉയർത്തെഴുന്നേറ്റിട്ട് ഉണ്ടായെങ്കിൽ നിങ്ങൾ യേശു ഇരിക്കുന്നതായിട്ടുള്ള സ്വർഗത്തിലെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുക അല്ലെ. നിങ്ങളുടെ മനസ്സ് അവിടെ സെറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് സ്വർഗത്തിലുള്ള കാര്യത്തെ പറ്റി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയാ നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയായിരിക്കും അല്ലെ. നമ്മള് സൺഡേയിലെ ആരാധന കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിൽ കിടന്ന് അടിയുണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും പോകില്ല അല്ലെ. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാല് സ്പിരിച്വാലിറ്റി ആ സൺഡേ ചർച്ചിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയോ ചെയ്യുന്നത്. ജീവിതത്തിലേക്ക് അത് വരുന്നില്ല. സൺഡേ പോയി കഴിഞ്ഞ് കൈ കൊട്ടി 2 പാട്ടും പാടി 4 പാട്ടിന് അല്ലെ നിന്ന് കൊടുത്ത് ഒരു പ്രസംഗവും കേട്ട്, പാസ്റ്ററിന്റെ പ്രസംഗവും കേട്ട് ഗോഡ്സ് ടേബിളും എടുത്ത് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലടിയാ ബഹളവാ. കുഞ്ഞുങ്ങളുടെ കാര്യം കുഞ്ഞുങ്ങളൊക്കെ തോന്നിയ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ. നാട്ടുകാരുമായിട്ട് ബഹളവാ, പിന്നെ അയൽവക്കത്ത് അതിർത്തി തർക്കം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതത്തെ പറ്റിയല്ല ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്ന ചുരുക്കം അല്ലെ. ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അതിനെപ്പറ്റിയാണ് യേശു പറയുന്നത്. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ നാമത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങേക്ക് ഇഷ്ടമുള്ള വ്യക്തികളാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ്. മച്ച് പ്രൈസ് യു, വർഷിപ്പ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ഇന്ന് കേട്ടതിന് നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.